الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذي خلقني فهو يهدين والذي هو يطعمني ويسقين وإذا مرضت فهو يشفين. ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, കാരുണ്യവാനായ പടച്ചറബിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കരുണക്കടലായ പടച്ചറബ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അളവറ്റ അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അഖില നിഖില മേഖലകളിലും അള്ളാഹു നമുക്കൊക്കെ സമ്മാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു ഉദാഹരണമാണ് നമുക്ക് അല്ലാഹു തന്ന ആരോഗ്യം എന്ന് പറയുന്നത്. രോഗിയായ ഒരാളെ കാണുമ്പോൾ നമുക്കത് ബോധ്യമാകും. രോഗമെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ തളരുന്ന നേരമാണ്. സാമൂഹികമായി സാമ്പത്തികമായി തകരുന്ന സന്ദർഭമാണ്. ഏറ്റവും പ്രിയപ്പെട്ടവൻ പോലും അവഗണനയോടെ നോക്കാൻ തുടങ്ങുന്ന സന്ദർഭമാണ്. ആർക്കും വേണ്ടാത്തവനായി അതുവരെ ആ വീടിൻ്റെ എല്ലാമായിരുന്ന ഒരാൾ മാറുന്ന ഒരു സന്ദർഭമാണ്. എല്ലായിടത്തും ഓടി നടന്നിരുന്നൊരു മനുഷ്യൻ അയാളെ വീട്ടിലുണ്ടാകുമ്പോൾ വീടിൻ്റെ എല്ലാ ഭാഗവും ശ്രദ്ധിച്ച് നോക്കുന്നൊരു മനുഷ്യൻ പിന്നെ ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു സന്ദർഭമാണ്. 5 നേരവും പള്ളിയിലേക്ക് വളരെ ആത്മാർത്ഥമായി പോയിരുന്നവൻ പോലും ഒരു ശയ്യയിലേക്ക് വീഴുന്ന നേരമാണ്. വാർദ്ധക്യത്തിൻ്റെ ഭാഗമാകാം, അല്ലാതെയുമാകാം. തീർച്ചയായും പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, അതിലുപരി വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം രോഗമെന്ന് പറയുന്നത് ഏതു മനുഷ്യനും എപ്പോഴും പിടികൂടാമെന്നാണ്. അത്യാധുനികമായ സംവിധാനങ്ങൾ ഒരുപാടുണ്ട്. ഒരു രോഗവും വരാതിരിക്കാനും ശരീരത്തിൽ എന്തൊക്കെ രോഗങ്ങളുണ്ടോ അതൊക്കെ മുൻകൂട്ടി കണ്ടറിഞ്ഞ് പ്രതിരോധിക്കാനുള്ള ചികിത്സാ രീതികളുടെ ആധിക്യം കൊണ്ടും അതിൻ്റെ ബഹളം കൊണ്ടും ആകെ ലോകം വിസ്മയം തൂകുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഇതുവരെ കേൾക്കാത്ത, ചിലപ്പോൾ ചില ആളുകളെ പറ്റി പറയും 1,00,000 ഒരാൾക്കുള്ള രോഗമാണ് അത് എന്ന് പറയും. അത് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. അതുകൊണ്ട് രോഗം എന്ന് പറയുന്നത് ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങളെ പരീക്ഷിക്കും, സാമ്പത്തിക നഷ്ടം കൊണ്ട് പരീക്ഷിക്കും. അങ്ങനെ കുറേ പരീക്ഷണങ്ങൾ പറയുന്നുണ്ട്. വലനബലുവന്നകും മിനൽ ഖൗഫ് വൽ ജൂഅ്, വിശപ്പ്, ഭയം, അങ്ങനെ കുറേ പരീക്ഷണങ്ങൾ. ആ കൂട്ടത്തിലൊരു വാക്ക് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്,
സമ്പത്തിന്റെ കുറവ് കൊണ്ട് പരീക്ഷിക്കും, ശരീരത്തിന്റെ കുറവ് കൊണ്ട് പരീക്ഷിക്കും. അതിന് വ്യാഖ്യാനം പറയുന്നത് മിനൽ മറവ് അവിൽ മൗത്ത് എന്നാണ്. ഒന്നുകിൽ അത് മരണമാണ്, അല്ലെങ്കിൽ രോഗമാണ്. രോഗം ശരീരത്തിന്റെ കുറവാണ്. സുഗമമായി പ്രവർത്തിച്ചിരുന്ന ചില അവയവങ്ങളുടെ പ്രവർത്തനക്ഷമതയ്ക്ക് വരുന്ന തകരാറ് രോഗമായി മാറും. അതുകൊണ്ട് അങ്ങനെ നിങ്ങളെ പരീക്ഷിക്കുമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് രോഗിയോട് സാന്ത്വനത്തിന്റെ സമീപനം, കാരുണ്യത്തിന്റെ സമീപനം, കാരുണ്യത്തിന്റെ സ്പർശം, അത് വിശ്വാസിയുടെ ബാധ്യതയുടെ ഭാഗമായി വരുന്നു. നമ്മുടെ അമലുകൾ വ്യക്തിപരമാണ്, ചിലതൊക്കെ സാമൂഹ്യപരമാണ്. നമ്മൾ നിസ്കരിക്കുന്നത് അത് നമ്മളുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ മറ്റൊരാൾക്ക് ചെയ്യുന്ന സേവനങ്ങൾ അതൊരു സമൂഹത്തിന്റെ ഭാഗമാണ്. സാമൂഹിക ജീവി എന്ന നിലയിൽ നമുക്ക് നിയമമായി വരുന്നു, നിർബന്ധമായി വരുന്നു. മയ്യത്ത് സംസ്കരണം, അതിൽ പങ്കാളിത്തം, മയ്യത്തിന് വേണ്ടി നിസ്കാരം, അവന് വേണ്ടിയുള്ള പ്രാർത്ഥന, അതൊക്കെ ഒരു സമൂഹത്തിന്റെ ഭാഗമായി വരും. സാമൂഹ്യ ജീവിയായ മനുഷ്യന്റെ ജീവിതത്തിന്റെ ബന്ധങ്ങളുടെ പൂർത്തീകരണത്തിന്, അതിന്റെ നിറവിന്, അതിന്റെ പൊലിമക്ക് അത് അത്യന്താപേക്ഷിതമായി വരുന്നു. അതുകൊണ്ട് രോഗം എന്ന് പറയുന്നത് രോഗിയോട് എപ്പോഴും വളരെ സാന്ത്വനത്തോടെ, രോഗിയോടൊന്നുമല്ല, ആരോടും സാന്ത്വനത്തോടെ, സമാധാനത്തോടെ, ഭയപ്പെട്ടവനെ കൂടുതൽ ഭയപ്പെടാത്താതെ. ചില അസുഖങ്ങളൊക്കെ കേൾക്കുമ്പോ കൂടുതൽ ആളെ ഭയപ്പെടുത്താൻ പാടില്ല. അയാൾക്ക് സമാധാനം പറഞ്ഞു കൊടുക്കണം. വീണു പോണ നേരത്ത് മനുഷ്യന് സാന്ത്വനം കൊടുക്കാൻ കഴിയണം. ശിഥിലമായ മനസ്സിന് ആശ്വാസം കൊടുക്കാൻ കഴിയണം. അവിടെയാണ് റസൂലുള്ളാഹിന്റെ ഖദീജ വേറിട്ട് നിന്നത്. വഹീന്റെ ആദ്യ രാത്രി അങ്ങേയറ്റത്തെ ഭയപ്പാടോടുകൂടി വന്നപ്പോ ഖദീജ പറഞ്ഞ വാക്കുകൾ ഹദീസിൽ അങ്ങനെ തന്നെ കിടക്കുക. കല്ലാ, വേണ്ട, ജമ്മിലൂനി, എന്നെ പുതപ്പെട്ട് മുടണെന്നാ പറയുന്നത്, എനിക്ക് പേടിയാകുന്നു. ഖദീജാന്റെ വാക്ക് കല്ലാ അബ്ശിർ, നിങ്ങൾ സന്തോഷിക്കണം. ഫവല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദാ, അല്ലാഹു ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തൂല, നിങ്ങളെ പ്രയാസപ്പെടുത്തൂല. ഇന്നക ലതസിലുർ റഹിം, നിങ്ങൾ കുടുംബബന്ധം ചേർക്കുന്നവനാണ്, കുടുംബബന്ധം പാലിക്കുന്നവനാണ്. വതഹ്മിലുൽ കല്ല, ദുർബലരെ താങ്ങുന്നവനാണ്, വിഷമം അനുഭവിക്കുന്നവനെ താങ്ങുന്നവനാണ്. വതക്സിബുൽ മഅദൂം, ഇല്ലാത്തവർക്ക് നൽകുന്നവനാണ്. വതുഖിറിൽ ലൈഫ, അതിഥികളെ ആദരിക്കുന്നവനാണ്. വതുഈനു അലാ നവാഇബിൽ ഹഖ്, സത്യത്തിന്റെ കഠിനമായ സമയങ്ങളിൽ സഹായിക്കുന്നവനാണ്. അഥവാ ആപത്തുകളും വിപത്തുകളും ആളുകൾക്ക് പറ്റുമ്പോ നിങ്ങൾ സഹായം ചെയ്തു കൊടുക്കുന്നവനാണ് നബിയെ. അതുകൊണ്ട് അല്ലാഹു ഒരിക്കലും നിങ്ങളെ കൈവിടൂല. അതുകൊണ്ട് അബ്ശിർ, നിങ്ങൾ സന്തോഷിക്കുക. ഈ പറഞ്ഞ എല്ലാം ഒരു ജീവിതത്തിൽ ആവശ്യമുള്ള സംഗതിയാണ്. ഒരു വിശ്വാസിക്ക് വേണ്ട സംഗതിയാണിത് മുഴുവനും. ഇതെല്ലാം മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക, ഒരു സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുക. കുടുംബ ബന്ധം ചേർക്കുന്നു, ദുർബലർക്ക് താങ്ങ് നൽകുന്നു, ഇല്ലാത്തവർക്ക് നൽകുന്നു, അതിഥികളെ ആദരിക്കുന്നു, വിഷമങ്ങളും പ്രയാസങ്ങളും വിപത്തുകളും സംഭവിക്കുന്നവർക്ക് സഹായം നൽകുന്നു. അങ്ങനെ താളാ നിങ്ങൾ. അതുകൊണ്ട് പടച്ചോ നിങ്ങളെ കൈവിടൂല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസവാക്ക് പറയുന്നുണ്ട്. അതിന് സമാനമായിട്ടാണ് ഈ രോഗം എന്ന് പറയുന്നത്. മനുഷ്യ അസ്വാസ്ഥ്യപ്പെടുകയാണ്, അവിടെ സാന്ത്വനം കൊടുക്കണം. ഖലീലുള്ളാഹി ഇബ്രാഹിം നബി പറഞ്ഞല്ലോ, എന്നെ പടച്ചവൻ, എനിക്ക് മാർഗദർശനം നൽകിയവൻ, അവൻ എന്റെ റബ്ബ്. അല്ലദീ ഖലഖനീ ഫഹുവ യഹ്ദീൻ വഹുവ വല്ലദീ ഹുവ യുത്ഇമുനീ വയസ്ഖീൻ, എനിക്ക് ഭക്ഷിപ്പിക്കുന്നതും എനിക്ക് പാനം ചെയ്യാൻ സൗഭാഗ്യം തരുന്നതും അതെന്റെ റബ്ബ്. വഇദാ മരിൽതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എന്നെ സുഖപ്പെടുത്തുന്നതും എന്റെ റബ്ബ്. അവിടെ എന്താ രോഗം തരുന്ന റബ്ബ് എന്ന് പറയാതെ
രോഗിയായാൽ എന്ന് പറയുന്നത് എന്നൊക്കെ വ്യാഖ്യാനങ്ങളിൽ കാണാം. ഇബ്രാഹിം നബിക്ക് അള്ളാഹുവോടുള്ള ബന്ധത്തിലും ആ ബഹുമാനത്തിന്റെയും ഭാഗമായിട്ടാണ് ആ പ്രയോഗം എന്ന് ചില മുഫസ്സിറുകൾ. വൈദാ മരിൽതു, ഞാൻ രോഗിയായാൽ ഫഹുവ യശ്ഫീൻ, എന്നെ സുഖപ്പെടുത്തുന്നത്, എനിക്ക് ശിഫ തരുന്നത് എന്റെ റബ്ബാണ്. അതുകൊണ്ട് വേദനിക്കുന്നവനാണ് രോഗി, പ്രയാസപ്പെടുന്നവനാണ് രോഗി. അവനെ കുറ്റപ്പെടുത്തരുത്, അവന് സാന്ത്വനം നൽകണം, അവന് പരിചരണം നൽകണം. അതിന്റെ ഭാഗമായിട്ടാണ് നാട്ടിൽ പല പ്രവർത്തനങ്ങളും നടക്കുന്നത്. ഖബർ സന്ദർശനത്തെ പറ്റി ഉള്ള ഹദീസിന്റെ പദം സിയാറത്തുൽ ഖുബൂർ എന്നാണ്. സിയാറത്തുൽ ഖബർ എന്നാണ്, ഖബറിന്റെ സന്ദർശനം എന്നാണ്, വിസിറ്റ്. എന്നാ രോഗി സന്ദർശനം എന്ന് പറയുന്നതിന് പകരം ഇയാദത്തുൽ മരീദ്, രോഗിയെ പരിചരിക്കുക. ഇയാദ എന്ന് പറഞ്ഞാൽ ക്ലിനിക്കിനൊക്കെ പറയുന്ന വാക്കാണ്. സാന്ത്വനം കൊടുക്കും, ആശ്വാസം കൊടുക്കും. ഇതൊരു പ്രയാസമാണ്, ഇതാർക്ക് വരുമെന്ന് ആരറിഞ്ഞു? ഈ നടത്തത്തിനിടയിൽ തളരുമെന്ന് ആരറിഞ്ഞു? കടക്കാൻ ഒരുപാട് കാലം അല്ല വിധിച്ചിട്ടുണ്ടോ എന്ന് ആരറിഞ്ഞു? അതുകൊണ്ട് രോഗിയായ മനുഷ്യനെ ആശ്വാസം പകർന്നു കൊടുക്കണം, നല്ല ഓർമ്മകൾ അവനിൽ പ്രദാനം ചെയ്യണം. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹുവിന്റെ സ്മരണ അവനെ ബോധ്യപ്പെടുത്തണം, അവന് ഹൃദയത്തിന് സാന്ത്വനം കൊടുക്കണം, ദുഃഖമുള്ളവനെ ആശ്വസിപ്പിക്കണം. മൻ നഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയാ, ദുനിയാവിന്റെ പ്രയാസങ്ങളിൽ നിന്ന് ഒരു മനുഷ്യനെ, ഒരു മുഅ്മിനിനെ നിങ്ങൾ സാന്ത്വനപ്പെടുത്തിയാൽ നഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ, പരലോകത്ത് നിങ്ങൾക്ക് വരുന്ന ഒരു വിഷമം, ഒരു പ്രയാസം, അത് അള്ളാഹു നീക്കിത്തരും എന്നാണ് മുസ്ലിം ഉദ്ധരിക്കുന്നു. വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനമാണ്. ചിലപ്പോൾ ഒരു വാക്ക്, ഒരു സന്ദർശനം, ഒരു സഹായം, ഇതൊക്കെ രോഗി അർഹിക്കുന്നതും കൊതിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും അല്ലെ. ചില ആളുകൾ അസുഖമായി കിടക്കുന്നു, കാണണം എന്ന് വിചാരിച്ച് പിന്നെ അങ്ങനെ നീണ്ട്, പിന്നെ ആരോ പറഞ്ഞു അയാൾ മരിച്ചുപോയി. മരിക്കുന്നതിന്റെ തലേന്നും അയാൾ ചോദിച്ചു, ഇന്നവനെ ഞാൻ കണ്ടിട്ടില്ല, എന്റെ സുഹൃത്തായിരുന്നു, അല്ലെങ്കിൽ എന്റെ മകനായിരുന്നു, അല്ലെങ്കിൽ എന്റെ മകളായിരുന്നു. അങ്ങനെ മരിക്കുമ്പോഴും കാണാൻ മോഹത്തോടെ വിട പറഞ്ഞു പോയ എത്ര മനുഷ്യന്മാർ. യബ്ന ആദമ മരിൽതു വലം തഉദിനി, അല്ലാഹു പറയാണ്, ഓ മനുഷ്യ, ഞാൻ രോഗിയായി കിടന്നു, പക്ഷേ വലം തഉദിനി, നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ. പരലോകത്തല്ല പറയുമത്രേ. അപ്പൊ ഈ മനുഷ്യൻ അന്തം വിട്ട് ചോദിക്കും, സുബ്ഹാനക്കൽ മലിക്കുൽ ഖുദ്ദൂസ്, അല്ലാഹുവേ നീ എത്ര വിശുദ്ധനാണ്, നിനക്കെങ്ങനെ രോഗമുണ്ടാകാൻ? അണ്ടകടാങ്ങളുടെ അധിപനായ റബ്ബേ, എല്ലാം നിയന്ത്രിക്കുന്ന പോറ്റി വളർത്തുന്നവനായ റബ്ബേ, നിനക്കെങ്ങനെ രോഗമുണ്ടാകും? എന്താണ് ഈ കേൾക്കുന്നത്? അപ്പൊ അല്ലാഹു പറയും, അമാ അലിംത, നീ അറിഞ്ഞിട്ടില്ലേ, അന്നഅബ്ദി ഫുലാനൻ, എന്റെ ഒരു ഇന്നാലിന്ന എന്റെ അടിമ അസുഖമായി മരിളായ ആൾ അസുഖമായി കടന്ന വിവരം നീ അറിഞ്ഞില്ലേ? ഫലം തഉദുഹു, നീ അവനെ സന്ദർശിച്ചില്ല. അമാ അലിംത, നിനക്കറിയുമോ, അന്നക ലൗ ഉത്തഹു, നീ എങ്ങാനും അവനെ സന്ദർശിച്ചിരുന്നുവെങ്കിൽ ലവജത്തനി ഇൻദഹു, അവന്റെ അടുത്ത് എന്നെ നീ കണ്ടെത്തുമായിരുന്നു. മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ്. രോഗി സന്ദർശനത്തിന്റെ പുണ്യമാണ്. എന്തൊരു പ്രധാനത്തോടുകൂടി ഒരു രോഗിയെ അല്ല പറയാണ് ഞാനാണവൻ എന്ന് പറയുന്ന തരത്തിലേക്ക് ഒരു രോഗിയുടെ പദവി പോലും ആ പദങ്ങളിൽ ഉയർന്നു പോകുന്നു. അപ്പൊ ഈ സന്ദർശനം എത്ര പുണ്യമാണ്. രോഗങ്ങൾ പലതരത്തിലുണ്ട്. ചില സാംക്രമിക രോഗങ്ങളുണ്ട്, നമ്മളെ നാട്ടിൽ കടന്നുപോയ കൊറോണ പോലെ. അതിലൊന്നും കാണാൻ പോണെന്ന് പറഞ്ഞിട്ടില്ല. ഇസ്ലാമിൽ അതിനും ചരിത്രമുണ്ട്, മാതൃകയുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു പ്ലേഗ് ബാധിച്ചു മരിച്ചു എന്ന് കേട്ടിട്ട് അങ്ങകലെയുള്ള റാമല്ലയിലേക്ക്, ഫലസ്തീനിലേക്ക് യാത്ര പുറപ്പെട്ട്, അഭിപ്രായ വ്യത്യാസമായി പോകണം എന്ന് ചിലര്, പോകരുത് എന്ന് ചിലര്.
ഉമർ പറഞ്ഞു, ഞാൻ പോവുകയാണ്. അപ്പൊ ഒരു മുതിർന്ന സഹാബി വന്നിട്ട് പറഞ്ഞു, ഒരു നാട്ടിൽ രോഗമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ട് പോകരുതെന്നും ആ നാട്ടിലുള്ള ഒരാളും ഇങ്ങോട്ട് വരരുതെന്നും റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ചു പോന്നു എന്നാണ്. അതുകൊണ്ട് രോഗങ്ങൾ പലതരമാണ്. കൊറോണ രോഗം ഇത്രമേൽ പരീക്ഷിക്കപ്പെട്ടു. പള്ളിയിൽ ആളില്ല, പള്ളിയിൽ വരാൻ പാടില്ല, ആരും കാണാൻ പാടില്ല, മയ്യത്ത് പോലും എത്രയോ ദൂരെ വെച്ചിട്ട് നിസ്കരിച്ചു പോയ എത്ര കാലങ്ങൾ, പള്ളി കാണുമ്പോ പേടി തോന്നിയ കാലങ്ങൾ, ഒരാളെ കാണുമ്പോ ചിരിക്കാൻ പോലും ഭയപ്പെട്ട കാലം. ആ രോഗം എന്ന് പറഞ്ഞ പഠിച്ച വലിയൊരു അത്ഭുതമാണ്. അതുകൊണ്ട് ഈ അനുഗ്രഹങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഈ ആരോഗ്യത്തിന്റെ അവസ്ഥ മനസ്സിലാകണം. നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങൾ തിരിയണം. അതുകൊണ്ടാ പറഞ്ഞത്, എന്റെ അടിമയുടെ അടുത്ത് നീ എന്തേ വന്നില്ല, അവൻ രോഗിയാണ്, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന വാക്ക്. അതുകൊണ്ട് രോഗിയോട് നല്ല വാക്ക് പറയണം. വൽ കലിമത്തു ത്വയ്യിബത്തു സ്വദഖ, നല്ല വാക്കൊരു ധർമ്മമാണ്. ആളുകൾക്ക് വിഷമുണ്ടാക്കരുത്, പ്രയാസം ഉണ്ടാക്കരുത്. നമ്മളെ വാക്കുകൊണ്ട് ഒരാളെ മനസ്സിലും മുറിവുണ്ടാകരുത്. ജാഗ്രതയോടെ ഉപയോഗിക്കേണ്ട ഒരു അവയവത്തിന്റെ പേരാണ് നാവ്. പ്രത്യേകിച്ച് ഒരു രോഗിയുടെ അടുത്ത് ചെല്ലുമ്പോ നല്ല ആശ്വാസം കൊടുക്കണം. അയാൾക്ക് സാന്നിധ്യത്തിൽ ഭീതി കൊടുക്കരുത്, അയാളെ പേടിപ്പിക്കരുത്, അയാൾക്ക് നല്ല പ്രതീക്ഷ കൊടുക്കണം. വൽ കലിമത്തു ത്വയ്യിബത്തു സ്വദഖ, രോഗിയെ അവന്റെ കുടുംബത്തെ ഒക്കെ ആശ്വസിപ്പിക്കണം. 6 കടമകൾ പറഞ്ഞെടുത്ത് ഒന്നതാ, നിങ്ങൾ രോഗിയെ സന്ദർശിക്കുക. നിന്റെ സഹോദരൻ രോഗിയാണെന്നറിഞ്ഞാൽ നീ അവനെ സന്ദർശിക്കണം. പുണ്യമായി പഠിപ്പിച്ചു. റസൂലുള്ള രോഗിയാണെന്നറിയുമ്പോ നബി ആ രോഗിയുടെ അടുത്ത് പോകും. പള്ളിയിൽ സ്ഥിരമായി വരാറുള്ള സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ മദീനയിലെ പള്ളിയിൽ കാണാതായപ്പോ അദ്ദേഹത്തിന്റെ അസുഖത്തെക്കുറിച്ച് വിവരം കിട്ടി. നബി അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ മുഖത്തും മാറിടത്തിലും തടവി അവിടുന്ന് ദുആ ചെയ്തു. اللهم رب الناس اذهب البأس اشف أنت الشافي لا شفاء إلا شفاؤك شفاء لا يغادر سقما. ഹദീസുകളിൽ കാണുന്നു. അതുകൊണ്ട് പറഞ്ഞു വന്നത്, രോഗി സന്ദർശനം, രോഗിയോടുള്ള പരിചരണം ഏറ്റവും ത്യാഗമുള്ള ഒരു സംഗതി എന്താണെന്ന് പറയും. ഈ രോഗി കൂട്ടിരിക്കുന്ന ഒരാളുണ്ട്, അയാളെ വിഷമിപ്പിക്കരുത്. അയാളിത് ഉറക്കല്ലാതെ അങ്ങനെ നിൽക്കുക. നമ്മളെപ്പോഴും ഒരാൾ ചെല്ലുക അല്ലെ, എന്നിട്ട് പറയാ ആ ഗുളിക നേരെടുത്ത് കൊടുത്തുകൂടായിരുന്നോ, ഇതൊക്കെ അറിയുന്ന ആളാണ് അയാൾ. അല്ലെങ്കിൽ ഒരു വാപ്പാക്ക് അസുഖമായാല് അത് ചെറിയ മകനാ നോക്കേണ്ടത്, ഒപ്പം നോക്കണില്ല, അപ്പൊ പിന്നെ ഞാനും നോക്കണില്ല എന്ന് പറയുന്ന മക്കൾ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗം എന്നുള്ളതൊരു പരീക്ഷണമാണ്. രോഗം കൊണ്ട് ഒരുപാട് നന്മ, മനുഷ്യന്റെ പാപങ്ങൾ വരെ അത് പുറത്തു മാപ്പാക്കാൻ, മനുഷ്യനുണ്ടാകുന്ന ഏത് വിഷമത്തിന്റെയും പിന്നിൽ അവനൊരു നന്മ അല്ലാഹു ഒളിപ്പിച്ചു വെച്ചു എന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുള്ള് തറക്കുന്നത് പോലും നിനക്ക് പുണ്യമായി മാറുന്നു എന്ന് പഠിപ്പിക്കുന്ന ഒരു മതം. അതുകൊണ്ട് നല്ല കൂട്ടിരിക്കുന്നവൻ അയാൾ ചെയ്യുന്ന ത്യാഗത്ര വലുതാണ്. അത് ഉൾക്കൊള്ളാൻ കഴിയണം. പ്രയാസം ഉണ്ടാക്കരുത്. വീട്ടുകാർ ഉൾക്കൊള്ളണം. പ്രിയപ്പെട്ടവൻ രോഗിയാണ്, ഇനി അത് ഉൾക്കൊണ്ടേ പറ്റൂ. അപ്പൊ അവിടെ സന്ദർശകരൊക്കെ വരും. നമ്മളിങ്ങനെ അസ്വാസ്ഥ്യം കാണിക്കുക, ഇനി ആരും വരണ്ട, ഇത് വന്ന് മലങ്ങി, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അതാണ് ഈ മനുഷ്യബന്ധത്തിന്റെ തീർത്താൽ തീരാത്ത കടപ്പാടുകളുടെ ആഴം എത്ര വലുതാണെന്ന് നാം തിരിച്ചറിയുന്നത്. പിന്നെ രോഗി സന്ദർശനം എന്ന് പറഞ്ഞാൽ അതൊരു നിയ്യത്താണ്. അള്ളാന്റെ അടുത്താണ് അതിന്റെ പ്രതിഫലം. നമ്മൾ ആ രോഗിയുടെ അടുത്തൊന്ന് പോവോ, ഭാര്യ പറയാ ഇല്ല ഞാൻ പോകാൻ പറ്റിയിട്ടില്ല, ആൾക്കാരൊക്കെ എല്ലാവരും പോയിക്കണം, നിങ്ങളൊന്ന് ചെയ്തിട്ടില്ല, ഈ മോശമാണ്. ആ മോശം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം പോയത്. അത് പടച്ചവന്റെ അടുത്ത് രേഖപ്പെടുത്താൻ പോണില്ല. നീ അവിടെ ചെല്ലുമ്പോ ഇത് എന്റെ നബി പഠിപ്പിച്ച മതത്തിന്റെ ഭാഗമാണ്, കടപ്പാടുകളുടെ കൂട്ടത്തിൽ നബി എണ്ണിത്തന്നതാണ്. അതിന്റെ ഭാഗമായി ഞാൻ വന്നു, എനിക്ക് റബ്ബിൽ നിന്ന് പ്രതിഫലം കിട്ടണം. ആ നല്ല നിയ്യത്തോടെ
ആരെയും ബോധ്യപ്പെടുത്താനല്ല, അള്ളാഹനെ ബോധ്യപ്പെടുത്താനാണ്. ഇല്ല ബുദ്ധിഗാ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ വലസൗഫ യർളാ. ആ തലത്തിലാകണത്. അതാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. രോഗം എന്ന് പറഞ്ഞ അതാണ്. മരുന്നിനേക്കാൾ സാന്ത്വനം ഒരു മനുഷ്യന് കൊടുക്കും ചില സന്ദർശനങ്ങൾ, അയാൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ. അതുകൊണ്ട് അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ സാധിക്കണം. ആ നിലക്ക് വാക്കാകാം, ചിലപ്പോൾ സാമ്പത്തിക സഹായമാകാം, അല്ലെ, ഓർമ്മകൾ, അല്ലെ, കുറച്ചൊക്കെ അള്ള സാമ്പത്തിക ശേഷി തരുമ്പോ കിഡ്നി രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന, ഡയാലിസിസിന് പണം തികയാതെ, അവിടുന്ന് ആരോ പറഞ്ഞു 12 വിഷയം അവിടെ ഉണ്ട്, അതിലൊരാൾ മരിക്കാനയക്കണം. അപ്പൊ ഈ 13ാമത്തെ പൈസ കൊടുക്കുന്ന ആളെ പ്രാർത്ഥന എന്താണെന്നറിയോ? റബ്ബേ അയാളൊന്ന് മരിച്ചു കിട്ടുമോ? മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അല്ലാത്തൊരു ഒരു പരീക്ഷണ കാലഘട്ടം. അത് പാഠമാണ് തീർച്ചയായിട്ടും. അത് ആർക്ക് എങ്ങനെയെന്നൊന്നും പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് റബ്ബ് രോഗങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. വിശ്വാസികൾ നല്ല വിശ്വാസം തന്ന് ഇഹപര വിജയികളുടെ കൂട്ടത്തിൽ റബ്ബ് നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.